നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. 25-ാം നോമ്പിൽ 6-ാം ദിനം ലോകരക്ഷകന്റെ വരവിനെ കൊണ്ടാടുവാൻ വിശ്വാസ സമൂഹം പ്രാർത്ഥനയോടെ ഒരുങ്ങുന്ന ദിവസങ്ങൾ. സൃഷ്ടാവായ ദൈവം ലോകത്തിന് നൽകിയ അമൂല്യമായ സമ്മാനമാണ് യേശുക്രിസ്തു. തിരുപ്പിറവിയെ കൊണ്ടാടുവാൻ വചനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും നമുക്കൊരുങ്ങാം. ഇന്നത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 1 മുതൽ 10 വരെ ഉള്ള വാക്യങ്ങൾ ആണ്. തിരുജനനം എങ്ങനെയാണ് മനുഷ്യനെ ജീവനിലേക്ക് നയിക്കുന്നതെന്ന് വിശുദ്ധ യോഹന്നാൻ ഈ ഭാഗത്ത് വിവരിക്കുന്നു. 2 ചിന്തകളാണ് ഇന്ന് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തേത്, യേശുക്രിസ്തുവിനോടുള്ള കൂട്ടായ്മ ജീവനിലേക്ക് നയിക്കുന്നു. യേശുക്രിസ്തുവിനോടുള്ള കൂട്ടായ്മ ജീവനിലേക്ക് നയിക്കുന്നു. യേശുക്രിസ്തു സത്യവെളിച്ചമാകുന്നു. അവനിൽ ഇരുൾ ഒന്നുമില്ല. യേശുക്രിസ്തുവിനോടുള്ള കൂട്ടായ്മ നമ്മുടെ ഇരുൾ അകറ്റി വെളിച്ചത്തിലേക്ക് നയിക്കും. ഇരുൾ തിന്മശക്തിയുടെ പ്രതീകമാണ്. വെളിച്ചം ഉദിക്കുമ്പോൾ ഇരുൾ മാറും. ഈ ലോകത്തിന്റെ മരണകരമായ അവസ്ഥയിൽ നിന്നും ജീവന്റെ അനുഗ്രഹത്തിലേക്ക് നയിക്കുവാൻ യേശുക്രിസ്തുവിന് മാത്രമേ സാധിക്കൂ. കാരണം യേശുക്രിസ്തു സത്യവെളിച്ചമാണ്. വെളിച്ചത്തിന് മാത്രമേ ഇരുളിനെ അകറ്റുവാൻ സാധിക്കും. യേശുക്രിസ്തുവുമായുള്ള കൂട്ടായ്മ സകല തിന്മകളും നമ്മിൽ നിന്ന് മായ്ച്ചു കളയും. അത് സാധ്യമായി തീരുന്നത് യേശു നമ്മുടെ ഹൃദയത്തിൽ, ചിന്തയിൽ, പ്രവർത്തനത്തിൽ സ്വീകരിക്കുമ്പോഴാണ്. നമ്മുടെ ജീവിതം ദൈവഹിതം നമ്മുടെ ഹിതമായി തീരുമ്പോഴാണ്. ലോകക്രമങ്ങളിൽ നിന്നും ലോക താല്പര്യങ്ങൾക്കും മുൻപിൽ ദൈവിക പദ്ധതിയും ദൈവഹിതവും നമ്മൾ നിറവേറുമ്പോഴാണ് യേശുക്രിസ്തുവിനോടുള്ള നമ്മുടെ കൂട്ടായ്മ യാഥാർത്ഥ്യമാകുന്നത്. അപ്പോഴാണ് തമ്മിലുള്ള കൂട്ടായ്മ സാധ്യമാകുന്നത്. ക്രിസ്തു ദർശനത്താൽ നമ്മുടെ ജീവിതം പ്രകാശിതമാകുമ്പോൾ ഭൗതിക താല്പര്യങ്ങൾക്ക് മീതെ സ്വർഗീയഹിതം നിറവേറ്റുവാൻ തക്കോണം നമ്മുടെ ജീവിതം രൂപപ്പെടാം. രണ്ടാമതായി, യേശുക്രിസ്തുവിന്റെ ജീവനായുള്ള ശുദ്ധീകരണം. യേശുക്രിസ്തുവിന്റെ ജീവനായുള്ള ശുദ്ധീകരണം. യേശുവിന്റെ രക്തമാണ് സകല പാവം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നത് എന്ന് വിശുദ്ധ യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശുവിന്റെ രക്തം ക്രൂശിലെ പൂർണ്ണവും ദൈവികമായ യാഗത്തെ കുറിക്കുന്നു. ക്രൂശിലെ പരമയാഗത്താലാണ് മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശനം സാധ്യമായി തീരുന്നത്. യേശുവിന്റെ രക്തത്തിലുള്ള ശുദ്ധീകരണം യേശുവിന്റെ ജീവനായുള്ള ശുദ്ധീകരണമായി സൂചിപ്പിക്കുന്നു. യേശുവിന്റെ ക്രൂശ് മരണം നിരന്തരം നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. യേശുവിനെ പോലെ ആകുവാനും ക്രിസ്തു എന്ന തലയോളമുള്ള വളർച്ച സാധ്യമായി തീരുന്നതും യേശുവിന്റെ ക്രൂശിലെ യാഗത്തിൽ നിന്ന് പ്രാപിച്ചിരിക്കുന്ന ശുദ്ധീകരണത്താലാണ്. ദൈവിക കൂട്ടായ്മയിൽ നിന്ന് നമ്മെ അകറ്റിയ കുറവുകളെ നാം ഏറ്റുപറയുമ്പോൾ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കും. ഈ ലോകത്തിൽ അറിഞ്ഞോ അറിയാതെയോ കുറവുകൾ വന്നു പോകാൻ ഇടയുണ്ട്. എന്നാൽ അവയിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം മൂലമാണ്. ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആകേണ്ടുന്ന അവസ്ഥയിലേക്ക് ഉള്ള വളർച്ചയാണ് വെളിച്ചത്തിലേക്ക് നയിക്കുന്നത് എന്ന് പറയുന്നത്. അത് സാധ്യമായി തീരുന്നത് സത്യവെളിച്ചമായ യേശുവിനോടുള്ള കൂട്ടായ്മയും യേശുക്രിസ്തുവിന്റെ ജീവനായുള്ള ശുദ്ധീകരണത്തിലൂടെയുമാണ്. തിരുപ്പിറവി നാം കൊണ്ടാടുമ്പോൾ നാം ഇന്ന് എവിടെയായിരിക്കുന്നു എന്ന് പരിശോധിക്കേണ്ടതും സത്യവെളിച്ചത്തിലെ പ്രകാശിക്കുവാൻ ഒരുങ്ങുന്ന അനുഭവമാണ്. വെളിച്ചമായ ദൈവമേ, നിന്നോടുള്ള കൂട്ടായ്മയിൽ നിത്യജീവന്റെ അനുഭവത്തിൽ ജീവിക്കുവാൻ തക്കോണം ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ കുറവുകളെ ഓർക്കാതെ പാവങ്ങളെ സത്യമായി ഏറ്റുപറയുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.